മമ്മൂട്ടി നായകനായി പ്രദർശനത്തിന് എത്തിയ ചിത്രമാണ് ടർബോ. കേരളത്തില് നിന്ന് ആകെ 11 കോടിയോളം രൂപ ടർബോ നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. 024-ല് കേരളത്തില് നിന്നുള്ള റിലീസ് കളക്ഷനില് ടർബോ ഒന്നാമതായിരുന്നു. മലൈക്കോട്ടൈ വാലിബനെ വീഴ്ത്തി 6.25 കോടി രൂപയിലധികം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരുന്നു മമ്മൂട്ടിയുടെ ടർബോ. മമ്മൂട്ടി നായകനായ ടർബോയുടെ ആഗോള കളക്ഷനിലും കുതിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷ. മോഹൻലാലിന്റെ മലൈക്കോട്ടൈ വാലിബൻ 5.85 കോടിയുമായി റിലീസിന് കേരളത്തിലെ 2ാം സ്ഥാനത്തായി. പൃഥ്വിരാജ് നായകനായ ആടുജീവിതം 5.83 കോടി രൂപ നേടി കേരളത്തില് 3ാമതുണ്ടെന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകള് സൂചിപ്പിക്കുന്നത്. സംവിധാനം വൈശാഖാണ് നിർവഹിച്ചിരിക്കുന്നത്. ജോസ് എന്ന നായക കഥാപാത്രമായി ചിത്രത്തില് മമ്മൂട്ടി എത്തുമ്പോള് മറ്റ് സുപ്രധാന വേഷങ്ങളില് കന്നഡയിലെ രാജബി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ് ഉള്ളത്. ആക്ഷന് ഏറെ പ്രാധാന്യം നൽകിയാണ് മമ്മൂട്ടിയുടെ ചിത്രം ഒരുക്കുന്നത്. വിയറ്റ്നാം ഫൈറ്റേഴ്സ് ആണ് നിർണായകമായ ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നിർമ്മാണം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിലാണ്. ക്രിസ്റ്റോ സേവ്യറാണ് പശ്ചാത്തല സംഗീതം. 200 കിലോമീറ്റർ സ്പീഡ് ചേസിംഗ് വരെ ചിത്രീകരിക്കാൻ സാധിക്കുന്ന ഹോളിവുഡിലെ ചേസിംഗ് സീനുകളിൽ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ മോഷൻ ബ്ലർ മെഷർമെന്റിന് അനുയോജ്യമായ പർസ്യൂട്ട് ക്യാമറയാണ് ടർബോയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഛായാഗ്രഹണം വിഷ്ണു ശർമ്മ. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ. പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ. ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ്. പ്രൊഡക്ഷൻ കൺട്രോളർ ആരോമ മോഹൻ. ഡിസൈനർ മെൽവി ജെ ആൻഡ് അഭിജിത്ത്. മേക്കപ്പ് റഷീദ് അഹമ്മദ് ആൻഡ് ജോർജ് സെബാസ്റ്റ്യൻ. കോ ഡയറക്ടർ ഷാജി പട്ടൂർ. കോസ്റ്റ്യൂം ആക്ഷൻ ഡയറക്ടർ ഫോണിക്സ് പ്രഭു. ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ രാജേഷ് ആർ കൃഷ്ണൻ. പബ്ലിസിറ്റി ഡിസൈൻസ് യെല്ലോ ട്രൂത്ത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഗതൻ. PRO ശബരി എന്നിവരാണ്. കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.